ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജാമിതീയ രൂപങ്ങളെ പറ്റിയാണ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് ഘനരൂപങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോളിഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ഘനരൂപങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പായിട്ട് മാറിയിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. PSC പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ചോയ്സ് ആയിരുന്ന PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇനി മുതൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പായിട്ടായിരിക്കും. എല്ലാ ലെവലിനെയും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി നോട്ടുകൾ, അതായത് സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി നോട്ടുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. കൂടാതെ ഓരോ സ്റ്റഡി നോട്ടിനെയും ബേസ് ചെയ്തിട്ട് MCQസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. കൂടാതെ സ്റ്റഡി പ്ലാനുകളാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓരോ ലെവലിനെയും ബേസ് ചെയ്തിട്ട്, അതായത് LP UP ലെവൽ, 7th 10th 12th ഡിഗ്രി, ഈ ലെവലിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഓരോ സ്റ്റഡി പ്ലാനുകളിലും തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തരും. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് MCQs ഉണ്ടാവും. കൂടാതെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഒരു ആപ്ലിക്കേഷന് 6 മാസത്തേക്ക് വെറും 890 രൂപയാണ് ആവുന്നത്. എന്നാൽ 5% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഐറൺ ഡിസ്കൗണ്ട് 5 എന്ന് പറയുന്ന ഈ ഒരു ഡിസ്കൗണ്ട് കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ഘനരൂപങ്ങളാണ് അല്ലേ. അപ്പോൾ ഘനരൂപങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ഘനരൂപങ്ങൾ എന്ന് നമുക്ക് പഠിക്കാം. എന്താണ് ഘനരൂപങ്ങൾ എന്ന് പറയുന്നത്? നിശ്ചിത ആകൃതിയിലുള്ള ത്രിമാന രൂപങ്ങളാണ്. എന്താണ് ത്രിമാന രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ? 3D ഒബ്ജക്ട്സ് ആണ് അല്ലേ. 3D നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് 2D ആയിരുന്നു. വൃത്തം, ചതുരം, അതൊക്കെ എന്തായിരുന്നു? 2D ആയിരുന്നു. നമ്മൾ ഇനി പറയാൻ പോകുന്നത് 3D ഒബ്ജക്ട്സിനെ പറ്റിയാണ്. അതാണ് ഇവിടെ ത്രിമാന രൂപങ്ങൾ എന്ന് പറയുന്നത്. അവയാണ് നമ്മൾ ഘനരൂപങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഘനരൂപങ്ങൾക്ക് നീളം, വീതി, ഉയരം എന്നീ അളവുകൾ ഉണ്ടായിരിക്കും. എല്ലാ ഘനരൂപങ്ങൾക്കും എന്തുണ്ടാവും? നീളം ഉണ്ടാവും, വീതി ഉണ്ടാവും, അതേപോലെ തന്നെ ഉയരം ഉണ്ടായിരിക്കും. ഇനി ഘനരൂപത്തിന്റെ ത്രിമാന ഉൾ അളവിനെയാണ് വ്യാപ്തം എന്ന് പറയുന്നത്. അതായത് നമ്മൾ വ്യാപ്തം കണ്ടുപിടിക്കാൻ അധികം ചർച്ച ചെയ്തിട്ടില്ല അല്ലെ. ഇനിയാണ് നമ്മൾ വ്യാപ്തത്തെ പറ്റി സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. ഇനി ചിലപ്പോൾ നമ്മൾ ഉള്ളളവ് എന്ന രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അവിടെയാണ് വ്യാപ്തം. നമ്മൾ ഈ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് വ്യാപ്തത്തെ പറ്റി പഠിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുന്നുണ്ട് ഘനരൂപങ്ങളുടെ. എന്താണ്? ചതുരക്കട്ട, സമചതുരക്കട്ട, അതേപോലെ തന്നെ സിലിണ്ടർ, ഗോളം, വൃത്തസ്തൂപിക, സമചതുര സ്തൂപിക, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഘനരൂപങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഘനരൂപങ്ങളെ പറ്റിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാം അല്ലേ. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വ്യാപ്തത്തെ പറ്റിയാണ്. എന്താണ് എല്ലാ ഘനരൂപങ്ങളുടെയും വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്? പാദവിസ്തീർണം ഗുണനം ഉന്നതിയാണ്. പാദവിസ്തീർണം അതേപോലെ തന്നെ ഉന്നതിയാണ്. ഇതിലെ പാദവിസ്തീർണം എന്ന് പറയുന്നത് ഓരോ ഘനരൂപങ്ങൾക്കും ഓരോ തരത്തിലാണ്. കാരണം ഓരോന്നിൻ്റെയും പാദം എന്ന് പറയുന്നത് എന്താണ്? പാദവിസ്തീർണം എന്താണ്? ഡിഫറെൻ്റ് ആണ്. രൂപങ്ങൾ മാറുന്നതനുസരിച്ച് പാദവിസ്തീർണം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കോമൺ ആയിട്ട് ഏതൊരു ഘനരൂപത്തിൻ്റെയും വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പാദവിസ്തീർണം ഗുണിക്കണം ഉന്നതി. ഓക്കെ അല്ലേ. ഇനി ഉന്നതി എന്ന് പറയുന്നത് ഉയരമാണ് കേട്ടോ. ഓക്കെ, പാർശ്വമുഖങ്ങളുടെ വിസ്തീർണം. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് വ്യാപ്തം, രണ്ടാമത്തത് പാർശ്വമുഖങ്ങളുടെ വിസ്തീർണം. എന്താണ്? പാദ ചുറ്റളവ് ഗുണനം ഉന്നതി. എത്രയാണോ ചുറ്റളവ് അത് വെച്ച് എന്ത് വെച്ച് ഗുണിക്കുക? ഉയരം വെച്ചിട്ട് ഗുണിക്കുക. ഇവിടെ പാദ വിസ്തീർണമാണ്, ഇവിടെ പാദ ചുറ്റളവാണ്. ഒന്ന് ഏരിയയാണ്, ഒന്ന് പെരിമീറ്ററുമാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഓരോന്നോരോന്ന് പഠിക്കാൻ പോകണം. ഓരോ ഘനരൂപങ്ങളെ പറ്റി പഠിക്കാൻ പോകണം. ആദ്യത്തെയാണ് സമചതുര കട്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യൂബ് അല്ലേ. ഒരു ക്യൂബിന്റെ ചിത്രമാണ് ഇവിടെ ഒരു ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സമചതുര കട്ട. എന്താണ് സമചതുര കട്ട എന്ന് പറഞ്ഞാൽ? സമചതുരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? 4 വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ സമചതുര കട്ടയ്ക്കും അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ. എന്താണ്? എല്ലാ വാക്കുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതാണ് പറയുന്നത്. ഒരു ക്യൂബിന്റെ മുഖങ്ങളെല്ലാം സർവ്വസമമായിരിക്കും. ഇതിന്റെ മുഖങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു മുഖമാണ് അല്ലേ. ഇതൊരു മുഖമാണ്, അതേപോലെ തന്നെ ഇതൊരു മുഖമാണ്. എല്ലാം എന്താണ്? തുല്യമായിരിക്കും, സമചതുരം തന്നെ ആയിരിക്കും. അതാണ് അല്ലേ. അതായത്
വക്ക് തുല്യമായിരിക്കും, ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള ഒരു ഘനരൂപമാണ് എന്തെന്ന് പറയുന്നത്, സമചതുരക്കട്ട എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ക്യൂബിൻ്റെ നീളം, വീതി, ഉയരം എന്നിവ തുല്യമായിരിക്കും. നമ്മളത് സമചതുരത്തിലേ പറഞ്ഞിരുന്നു അല്ലേ, നീളവും വീതിയും തുല്യമായിരിക്കും. ഇതൊരു ത്രിമാന രൂപം ആയതുകൊണ്ട് അതിൻ്റെ ഉയരം എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇപ്പം നീളം എന്ന് പറയുന്നത് എ ആണെങ്കിൽ വീതിയും അതേപോലെ തന്നെ ഉയരം എന്താണ്, എ തന്നെയായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ക്യൂബിൻ്റെ വക്കുകളുടെ നീളം തുല്യമായിരിക്കും. അതാണ് ഇപ്പോൾ പറഞ്ഞത്, നീളവും വീതിയും തുല്യമായിരിക്കും. അത് വക്കുകൾ തന്നെയാണ് അല്ലേ. ഇനി മുഖങ്ങൾ 6 എണ്ണം ഉണ്ട്. നമുക്കൊരു ഇത് വരച്ച് നോക്കാം, ഒരു ക്യൂബ് വരച്ച് നോക്കാം. 2 സ്ക്വയർ വരയ്ക്കുക, 2 സമചതുരം വരയ്ക്കുക, മുകളിൽ നിന്ന് താഴെയായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി ജസ്റ്റ് ഈ എൻഡുകൾ തമ്മിലൊന്ന് കണക്ട് ചെയ്യിക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു ക്യൂബിൻ്റെ ഷേപ്പ് പോലെ ആയില്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് മുഖങ്ങൾ 6 എണ്ണം ഉണ്ട്. ഉണ്ടോ? ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, താഴെ 6. അപ്പോൾ എത്ര മുഖങ്ങളുണ്ട്? 6 മുഖങ്ങളുണ്ട്. ഇനി മൂലകൾ എത്ര ഉണ്ട്? 8 എണ്ണം. ഇതല്ലേ? 1, 2, 3, 4, 5, 6, 7, 8 മൂലകൾ. ഇനി വക്കുകൾ 12 എണ്ണം. ഈ ലൈൻസ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ അതില്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എണ്ണം അല്ലേ? അപ്പോൾ വക്കുകൾ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മൂലകൾ 8 എണ്ണം, മുഖങ്ങൾ 6 എണ്ണം, വക്കുകൾ 12 എണ്ണം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് ഇക്വേഷൻസ് ആണ് അല്ലേ. നമ്മൾ ഇക്വേഷൻസ് ഇതിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒരു വശം എന്ന് പറയുന്നത് എ ആണെങ്കിൽ പാർശ്വമുഖ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? 4a² ആണ്. ഓക്കെ, പാർശ്വമുഖങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ആണ് ഉള്ളത് അല്ലേ. ആ 4 ഗുണിക്കണം a². ഇനി അഗ്രമുഖ വിസ്തീർണം എത്ര എണ്ണമാണ്? a² മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 6a² ആണ്. ആകെയുള്ള വിസ്തീർണമാണ് ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത്, അത് 6a² ആണ്. വ്യാപ്തം a³ ആണ്. വക്കുകളുടെ ആകെ നീളം എത്ര വക്കുകളുണ്ട്? 12 എണ്ണം. അപ്പോൾ ഒരു വശത്തിന്റെ നീളം വെച്ച് അങ്ങ് ഗുണിക്കുക 12a. പിന്നീട് ക്യൂബിന്റെ ഒരു അഗ്രമുഖത്തിലെ വികർണത്തിന്റെ നീളം d ആണെങ്കിൽ ഉപരിതല വിസ്തീർണം, അതായത് വികർണത്തിന്റെ നീളം തന്നിട്ട് ഉപരിതല വിസ്തീർണം ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? 3d². ഇനി അതല്ല, വശം തന്നിട്ട് ഉപരിതല വിസ്തീർണം ആണെങ്കിലോ 6a². ഓക്കെ അല്ലേ? ഇപ്പോൾ ഇക്വേഷൻസ് ചെറിയ ചെറിയ ഇക്വേഷൻസ് ആണ്. നമുക്കൊരു വശം തന്നാൽ നമുക്കിവിടെ എന്തോരം കാര്യങ്ങൾ, 5 കാര്യങ്ങൾ അല്ലേ, 5 കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഇനി ക്യൂബ് ആകൃതിയിലുള്ള ഒരു പെട്ടിയുടെ വശം എ ആയാൽ അതിൽ വളയ്ക്കാതെ വെക്കാവുന്ന ഏറ്റവും വലിയ ദണ്ഡിൻ്റെ നീളം എന്താണ്? ഒരു ക്യൂബ്, അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വടി വെക്കുകയാണ്. അത് വളയ്ക്കാതെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വെക്കണം. അതിൻ്റെ നീളം എന്താണ് ചോദിച്ചിട്ടുള്ളത്? അത് ശരിക്കും എന്താണ്? അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്ക്, അതിൻ്റെ നീളം സത്യത്തിൽ എന്താണ്? ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്ക് വെച്ചൂടെ, ഒരു വടി വെച്ചൂടെ? വളയ്ക്കാതെ തന്നെ നമുക്കതിൻ്റെ ഡയഗണൽസ്, മൂലകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വടി വെക്കാം. നേരെ വെക്കുന്നതിന് പകരം ഏറ്റവും വലിയതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പെട്ടിയുടെ അയാൾ അതിൽ വെക്കാവുന്ന ഏറ്റവും വലിയ ദണ്ഡാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ് സത്യത്തിൽ? ആ പെട്ടിയുടെ വികരണമാണ് അല്ലേ, ഡയഗണലാണ്. അതിൻ്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? √3. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അതെന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഡയഗണൽ തന്നെയാണ്. ഇക്വേഷൻ √3a ആണ്. ഇനി ക്യൂബിൻ്റെ വശം ഇരട്ടിച്ചാൽ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? 8 ഇരട്ടിയാകും. അതിൻ്റെ വശമാണ് കേട്ടോ. ക്യൂബിൻ്റെ വശം ഇരട്ടിച്ചാൽ വ്യാപ്തം 8 ആകും. ഇനി ഒരു ക്യൂബിൻ്റെ എല്ലാ വശത്തും ചായം പൂശിയ ശേഷം ചെറിയ ക്യൂബുകളാക്കി മുറിച്ചാൽ 3 മുഖങ്ങളിൽ ചായം കലർത്തിയ ചെറിയ ക്യൂബുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അതായത് ഒരു ക്യൂബ് അതിലെല്ലാ വശത്തും എന്ത് ചെയ്തു? കളർ ചെയ്തു, ചായം പൂശി. അതിനുശേഷം ചെറിയ ക്യൂബുകളാക്കി മുറിച്ചു. 3 മുഖങ്ങളിൽ ചായം കലർന്ന ചെറിയ ക്യൂബുകളുടെ, അതായത് ഒരു ക്യൂബ് പെയിന്റ് ചെയ്തിട്ട് അതിൽ അവർ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ ക്യൂബുകൾ ഉണ്ടാക്കി. അതിൽ 3 മുഖങ്ങളിൽ കളറായിട്ടുള്ള എത്ര ക്യൂബുകൾ, എത്ര ചെറിയ ക്യൂബുകളുടെ എണ്ണം ഉണ്ടാവും? 8 ക്യൂബുകളുടെ എണ്ണം ഉണ്ടാവും. ഇനി
n തന്നിരുന്നാൽ, അതായത് ഇവിടെ സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂ ആണ് അടുത്ത ഇക്വേഷൻ പറയുന്നത്. ആ n ആണ് നമ്മൾ ഈ അടുത്ത് പറയുന്ന 4 ഇക്വേഷനിൽ ഉപയോഗിക്കുന്നത്. ആ സ്മോൾ ലെറ്റർ n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ ആദ്യം പറയുന്നത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറയുന്നത് ക്യൂബുകളുടെ എണ്ണമാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇന്നതാണ് അതിൻ്റെ നീളം വീതി എന്നൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് എത്ര ചെറിയ ക്യൂബുകളാക്കിയിട്ടാണ് മുറിച്ചത് എന്ന് പറയാം. ആ എണ്ണമാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറയുന്നത്. ഇനി സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എന്നിൻ്റെ ക്യൂബിക് റൂട്ടാണ്. ഓക്കെ, ക്യൂബിക് റൂട്ട് ഓഫ് n ആണ് ഇവിടെ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത്. ഈ എന്നിനെ നമുക്ക് അടുത്ത് പറയുന്ന 4 ഇക്വേഷനിൽ ആവശ്യമുണ്ട്. അതിലൊന്നാമത്തെ ഇക്വേഷൻ, 2 മുഖങ്ങളിൽ ചായം കലർന്ന ചെറിയ ക്യൂബുകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ഗുണിക്കണം n-2 ആണ്. 2 മുഖങ്ങളിൽ. ഇനി ഒരു മുഖത്ത് മാത്രം ചായം കലർന്ന ചെറിയ ക്യൂബുകളുടെ എണ്ണം 6 ഗുണിക്കണം n-2 ഹോൾ സ്ക്വയർ. ഇനി ഒരു മുഖത്ത് പോലും ചായം കലരാത്ത ചെറിയ ക്യൂബുകളുടെ എണ്ണം എന്ന് പറയുന്നത് n-2 ഹോൾ ക്യൂബ് ആയിരിക്കും. ഇനി ആകെ ചെറിയ ക്യൂബുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? n ക്യൂബ് ആയിരിക്കും. ഈ ആകെ ചെറിയ ക്യൂബുകളുടെ എണ്ണം ഇതും കണക്റ്റഡ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ആകെ ചെറിയ ക്യൂബുകളുടെ എണ്ണം ക്യാപിറ്റൽ ലെറ്റർ n ആണെങ്കിൽ സ്മോൾ ലെറ്റർ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. ഇനി ആ സ്മോൾ ലെറ്റർ n ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു സമചതുര കട്ടയുടെ ഉപരിതല വിസ്തീർണവും വ്യാപ്തവും ഒരേ സംഖ്യയാൽ അതിൻ്റെ വശം 6 യൂണിറ്റ് ആയിരിക്കും. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരികയാണ് ഒരു സമചതുര കട്ടയുടെ ഉപരിതല വിസ്തീർണവും അതേപോലെ തന്നെ വ്യാപ്തവും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ വശം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ല, ജസ്റ്റ് 6 എന്ന സംഖ്യ നിങ്ങളുടെ മനസ്സിൽ വരണം. അതിൻ്റെ വശം എത്രയാണ് വരിക? 6 എന്നായിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത ടോപ്പിക്കാണ് ചതുരക്കട്ട എന്ന് പറയുന്നത്. നമ്മൾ സമചതുരക്കട്ട പറഞ്ഞു, ചതുരക്കട്ട. എന്താണ് സമചതുരക്കട്ടയും ചതുരക്കട്ടയും തമ്മിലുള്ള വ്യത്യാസം? സമചതുരക്കട്ടയ്ക്ക് എന്തായിരുന്നു? എല്ലാ വക്കുകളും തുല്യമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? എല്ലാ വക്കുകളും തുല്യമാവണമെന്നില്ല അല്ലേ? നമുക്ക് നോക്കാം. എതിർമുഖങ്ങൾ തുല്യമായ ചതുര സ്തംഭം. അതായത് നമ്മളൊരു റെക്റ്റാങ്കിളിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വശങ്ങൾ എന്താണ്? തുല്യമാണ്. അതാണ് പറയുന്നത് എതിർമുഖങ്ങളാണ്. ഇവിടെ എന്താണ്? ഇതൊരു 3D ആണ് അല്ലേ? 3D ആയതും കൊണ്ട് എന്താ പറയുന്നത്? എതിർമുഖങ്ങളാണ്. മറ്റേത് എന്തായിരുന്നു? എതിർവശങ്ങളായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അത് എതിർമുഖങ്ങൾ തുല്യമായിട്ടുള്ള ചതുരസ്തംഭം ആണ് എന്ത്? ചതുരക്കട്ട എന്ന് പറയുന്നത്. അവയ്ക്ക് 12 വക്കുകൾ, 8 മൂലകൾ, 6 മുഖങ്ങൾ. അതിലൊന്നും മാറ്റില്ല. പക്ഷെ എന്താണ്? ഈ വാല്യൂസിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എതിർ മുഖങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി ചതുരക്കട്ടയുടെ നീളം L, വീതി B ആണ്, ഉയരം H ആവുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നതാണ്. ഓക്കെ, ഉപരിതല വിസ്തീർണം എന്താണ് ഇക്വേഷൻ? 2 ഗുണിക്കണം LB പ്ലസ് BH പ്ലസ് LH ആണ് ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്തത് വ്യാപ്തം, LBH. അത്രേ ഉള്ളൂ. വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. നീളം L ആണ്, വീതി B ആണ്, ഉയരം എന്ന് പറയുന്നത് H ആണ്. അപ്പോൾ LBH. അടുത്തത് പാർശ്വതല വിസ്തീർണം 2H ഗുണിക്കണം L പ്ലസ് B. അത്രേ ഉള്ളൂ. 2H ഗുണിക്കണം L പ്ലസ് B. ഓക്കെ അല്ലേ? ഇത് രണ്ടൊന്ന് നോട്ട് ചെയ്യണം. ഈ ഉപരിതല വിസ്തീർണം അതേപോലെ തന്നെ പാർശ്വതല വിസ്തീർണവും. പിന്നെ ചതുരാകൃതികളുള്ള ഒരു മുറിക്ക് 4 ചുവരുകളും എതിർ ചുവരുകൾക്ക് തുല്യ വിസ്തീർണവും ഉണ്ടെങ്കിൽ 2 പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തേത് ചുവരുകളുടെ ആകെ വിസ്തീർണം എന്താണ്? എന്താണ് ചുവരുകളുടെ ആകെ വിസ്തീർണം? അതല്ലേ ഈ പാർശ്വതല വിസ്തീർണം എന്ന് പറയുന്നത്? 2H ഗുണിക്കണം L പ്ലസ് B. ഇനി മുറിയുടെ ആകെ വ്യാപ്തം, അതാണ് ഈ വ്യാപ്തം എന്ന് പറയുന്നത്, LBH. അതായത് ഇത് ചിലപ്പോൾ ഒരു മുറിയായിട്ട് ചോദിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ ചതുരക്കട്ട എന്ന് പറയുന്നതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്താണ്? ഒരു മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നമ്മളോട് ചോദിക്കുകയാണ് ഉപരിതല വിസ്തീർണം എന്താണ്, വ്യാപ്തം എന്താണെന്നൊക്കെ. അപ്പോൾ ഏത് രീതിയിൽ ചോദിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് ഓർമ്മ വരണം. ക്ലിയർ അല്ലേ? നീളം L ആണ്, വീതി B ആണ്, ഉയരം H ആണ്.
അങ്ങനെയുള്ള ഒരു ചതുരപ്പെട്ടിയിൽ വെക്കാവുന്ന ഏറ്റവും വലിയ കമ്പിൻ്റെ നീളം നമ്മളത് സമചതുരക്കട്ടേൻ്റെ കേസിലും പറഞ്ഞിരുന്നു. ഇനി ചതുരക്കട്ടേൻ്റെ കേസിൽ വരുമ്പോൾ ഇക്വേഷൻ ആണ് √L² + B² + H². എന്താണ് √L² + B² + H². അതായത് ആ 3 അളവിൻ്റെയും സ്ക്വയറിൻ്റെ തുക റൂട്ട് വർഗ്ഗമൂലം കാണണം, അത്രയേ ഉള്ളൂ. ഇനി ഒരു ചതുരപ്പെട്ടിയുടെ നീളം L, വീതി B, ഉയരം H ആയാൽ ആകെ വക്കുകളുടെ നീളം, അതായത് നമ്മൾ വക്കുകളുടെ എണ്ണം പറഞ്ഞല്ലോ, അപ്പോൾ ആകെ വക്കുകളുടെ നീളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4 ഗുണിക്കണം. അതിനുശേഷം ഈ 3 വാല്യൂസും കൂടി ആഡ് ചെയ്യുക. എത്രയാണ് നീളം, എത്രയാണ് വീതി, എത്രയാണ് ഉയരം കണ്ടുപിടിച്ചിട്ട് ആ 3 വാല്യൂസും കൂടി ആഡ് ചെയ്തിട്ട് 4 വെച്ച് ഗുണിക്കുക. ക്ലിയർ ആണല്ലോ? ഈ ഇക്വേഷൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ആളാണ് വൃത്തസ്തംഭം എന്ന് പറയുന്നത്. എന്താണ് വൃത്തസ്തംഭം എന്ന് പറയുന്നത്? ആ പേര് കേൾക്കുമ്പോഴേ മനസ്സിലാക്കും നമുക്ക് വൃത്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അല്ലേ. വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ, ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരു വൃത്തസ്തംഭത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ. എന്താണ് വൃത്തസ്തംഭം? പാദം എന്താണ്? വൃത്താകൃതിയിലാണ് അല്ലേ. കണ്ടോ, വൃത്താകൃതിയിലാണ് പാദം വരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? പിന്നീടോ അഗ്രമുഖങ്ങൾ വൃത്തത്തിലായും പാർശ്വമുഖങ്ങൾ വക്രമായതുമായിട്ട് സ്തംഭമാണ് എന്തെന്ന് പറയുന്നത്? വൃത്തസ്തംഭം എന്ന് പറയുന്നത്. അഗ്രമുഖങ്ങൾ എന്താണ്? സർക്കിൾ ആണ് അല്ലേ, വൃത്തമാണ് അല്ലേ. അതുപോലെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? പാർശ്വമുഖങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വക്രവുമാണ്. അങ്ങനെയുള്ള സ്തംഭങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് വൃത്തസ്തംഭം എന്ന് പറയുന്നത്. അപ്പോൾ വൃത്തസ്തംഭം മനസ്സിലായി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇക്വേഷൻസ് ആണ് അല്ലേ. നോക്കാം. വൃത്തസ്തംഭത്തിന്റെ ആരം 6ഉം ഉന്നതി H-ഉം. ഏതൊക്കെയാണ് ആരം എന്ന് പറയുന്നത്? അതായത് ഈ ഒരു വൃത്തം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു വൃത്തത്തിന്റെ റേഡിയസ് 6 ആണ്. ഇനി ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് H-ഉം ആണ്. അങ്ങനെയാണെങ്കിൽ വക്രമുഖ വിസ്തീർണം, ഉപരിതല വിസ്തീർണം, വ്യാപ്തം, ഈ 3 കാര്യങ്ങൾ. വക്രമുഖ വിസ്തീർണത്തിന്റെ ഇക്വേഷൻ 2πRh ആണ്. എന്താണ്? 2πRh. RH എന്താണെന്ന് അറിയാലോ. ഇനി ഉപരിതല വിസ്തീർണം 2πr² + 2πRh ആണ് അല്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ രൂപത്തിൽ എഴുതാം. ഈ 2πr പുറത്തെഴുതുക, ബാക്കി ഇവിടെയുള്ളത് r, ഇവിടെയുള്ളത് h. അതായത് 2πr നമ്മൾ പുറത്തെടുത്തപ്പോൾ ബാക്കി r + h. അതായത് ആരത്തിൻ്റെയും ഉയരത്തിൻ്റെയും തുക കാണുക. അതിനുശേഷം അതിൻ്റെ പെരിമീറ്ററില്ലേ, 2πr പെരിമീറ്റർ അല്ലേ, ചുറ്റളവല്ലേ, അത് വെച്ചിട്ട് ഗുണിക്കുക. 2πr ഗുണിക്കണം r + h. വ്യാപ്തം πr². ഏരിയയാണ്, ഏരിയ അതങ്ങനെ ആലോചിച്ചാൽ മതി. ഏരിയേൻ്റെ കൂടെ ഉന്നതി കൂടി, ഉയരം കൂടി ഗുണിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. വക്രമുഖ വിസ്തീർണം, ഉപരിതല വിസ്തീർണം, അതേപോലെ തന്നെ വ്യാപ്തം. അടുത്തത് പൈപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. പൈപ്പ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ചിത്രം വരയ്ക്കാം. ഏകദേശം ഒരു പൈപ്പിൻ്റെ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സിലിണ്ടർ ആകൃതിയിലുള്ളതും അഗ്രമുഖം വൃത്തവലയവുമായ സ്തംഭം. നമ്മൾ വൃത്തവലയം പഠിച്ചായിരുന്നു അല്ലേ. നമ്മൾ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ ജ്യാമിതിയുടെ തന്നെ ക്ലാസ്സിൽ വൃത്തവലയം പഠിച്ചിരുന്നു. അപ്പോൾ ഇതൊരു വൃത്തവലയാണ്, ഒരേ കേന്ദ്രമാണ്. അപ്പോൾ ആ കേന്ദ്രത്തിൽ നിന്ന് 2 റേഡിയസ് ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ക്യാപിറ്റൽ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ ആറും. അപ്പോൾ ആ വലിയ വൃത്തത്തിൻ്റെ ആരം 6ഉം ക്യാപിറ്റൽ ലെറ്റർ 6ഉം ആയിരിക്കും. ചെറിയ വൃത്തത്തിൻ്റെ ആരം സ്മോൾ ലെറ്റർ 6ഉം ആയിരിക്കും. അപ്പോൾ വൃത്തവലയം നമ്മൾ പഠിച്ചിരുന്നു. അതാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? അഗ്രമുഖമായിട്ട് വരുന്നത് വൃത്തവലയം. അതായത് ഒരു സാധാരണ പൈപ്പ് അതിനൊരു തിക്നെസ് ഉണ്ടാവില്ലേ, ആ തിക്നെസ് ആണ് ഇവിടെ നമ്മൾ പറയുന്ന ഈ ഒരു പോർഷൻ. ഈ ഒരു പോർഷൻ ഒരു സാധാരണ പൈപ്പ്. ഓക്കെ. പൈപ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അഗ്രമുഖം എന്തായിരിക്കും? വൃത്തവലയമായിരിക്കും. ഓക്കെ. ഇനി പൈപ്പിന് 4 മുഖങ്ങളാണുള്ളത്. 2 അഗ്രമുഖവും 2 പാർശ്വമുഖവും. എത്ര മുഖങ്ങളാണ്? 4 മുഖങ്ങളുണ്ട്. അതിൽ 2 എണ്ണം അഗ്രമുഖവുമാണ്, 2 എണ്ണം പാർശ്വമുഖവുമാണ്. ഓക്കെ. അടുത്ത ഭാഗമാണ് പൈപ്പിൻ്റെ ബാഹ്യാരം. അതാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തന്നില്ലേ, ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇനി ആന്തരാരം സ്മോൾ ലെറ്റർ ആറും H ഉയരവുമായാൽ പൈപ്പിൻ്റെ കനം എന്ന് പറയുന്നത് നമ്മൾ T വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് കനം എന്ന് പറയുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ആറിൽ നിന്ന് സ്മോൾ ലെറ്റർ R കുറയ്ക്കാം. എളുപ്പമാണ് അല്ലേ. ഇനി
ബാഹ്യവക്രമുഖ വിസ്തീർണം. ഇനി നമ്മൾ വിസ്തീർണമാണ് പറയുന്നത്. 3 വിസ്തീർണം പറയുന്നുണ്ട്. ഒന്നാമത്തത് ബാഹ്യവക്രമുഖ വിസ്തീർണം, പുറത്തുള്ള വിസ്തീർണമാണ്, പുറത്തുള്ള ഭാഗത്തെ വിസ്തീർണമാണ് 2π, ക്യാപിറ്റൽ ലെറ്റർ R ആണ് കേട്ടോ, 2πRH. ഇനി ആന്തരവക്രമുഖ വിസ്തീർണം, ഇവിടെ ഈ ഒരു ആറിൻ്റെ സ്ഥാനത്ത് സ്മോൾ ലെറ്റർ R വരും, 2πRH. ഓക്കെ അല്ലേ? ഇനി ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് കുറച്ച് വലിയ ഇക്വേഷൻ ആണ്. 2π ഗുണിക്കണം R+R ഗുണിക്കണം R-R. ഓക്കെ, ഇനി 2πRH + 2πRH. ഈ പറഞ്ഞു പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ 2 R വരുന്നുണ്ട്, അപ്പം കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആറിൽ നിന്നാണ് സ്മോൾ ലെറ്റർ R കുറയ്ക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത വ്യാപ്തം πr²h - πr²h ആണ്. അതായത് രണ്ടിൻ്റെയും എന്താണ് വ്യാപ്തം കണ്ടുപിടിച്ചു. അതായത് 2 തരത്തിലും 6 റേഡിയസ് വരുന്ന വ്യാപ്തം കണ്ടുപിടിച്ചു, എന്നിട്ട് കുറച്ചു, വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. അതാണ് വ്യാപ്തം എന്ന് പറയുന്നത്, ഒരു പൈപ്പിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വൃത്തവലയം ആയതുകൊണ്ടാണ് ഇങ്ങനെ മൈനസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതൊന്ന് സ്മോൾ ലെറ്റർ മാറ്റി എഴുതിയതാണ്. RH പുറത്തെടുത്ത് എഴുതിയിട്ട് ഗുണിക്കണം ക്യാപിറ്റൽ ലെറ്റർ R² - സ്മോൾ ലെറ്റർ R² എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നതാണ് ഗോളം അല്ലെങ്കിൽ സ്ഫിയർ. ഇവിടെ ഒരു ഗോളത്തിന്റെ ചിത്രം കാണുന്നുണ്ടോ? ഇതാണ് ഒരു ഗോളം എന്ന് പറയുന്നത്. നമ്മൾ വൃത്തവുമായിട്ട് പഠിച്ചില്ലേ, വൃത്തവുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. എന്താണ് ഒരു ഗോളം എന്ന് പറയുന്നത് നോക്കിയാലോ? ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ബിന്ദുക്കളുടെയും ഗണമാണ് ഗോളം. അതായത് ഒരു കേന്ദ്രം ഉണ്ട് അല്ലേ, അതല്ലേ ആദ്യം പറയുന്നത്, ഒരു നിശ്ചിത ബിന്ദു, അത് നമുക്കിവിടെ കേന്ദ്രമായിട്ട് എടുക്കാം. ഓക്കെ, അതിൽ നിന്ന് തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ പോയിന്റുകളും ഉണ്ട്. ഇവിടെ ഒരു കേന്ദ്രമുണ്ട്, ആ കേന്ദ്രത്തിൽ നിന്ന് പോകുന്ന എല്ലാ പോയിന്റ്സും, ഒരു പോയിന്റ് പോലും മിസ്സാവാതെ എല്ലാ പോയിന്റ്സും കൂടി ജോയിൻ ചെയ്തിട്ടുള്ളതാണ് എന്ത്, ഒരു ഗോളം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ബിന്ദുവിനെ ഗോളത്തിന്റെ, ഓക്കെ ഇവിടെ ഒരു മിസ്സുണ്ട്, കേന്ദ്രമെന്നും കേട്ടോ, കേന്ദ്രമെന്നും ഗോളത്തിന്റെ ഒരു ബിന്ദുവും കേന്ദ്രവും തമ്മിലുള്ള അകലത്തെ ആരം എന്നും പറയുന്നു. അതായത് എന്താണ്, നമ്മൾ സർക്കിളിൽ പഠിച്ച പോലെ തന്നെ അല്ലേ, ആ ഒരു നിശ്ചിത ബിന്ദുവിനെ കേന്ദ്രം എന്ന് വിളിക്കുവാണെങ്കിൽ ആ കേന്ദ്രത്തിൽ നിന്നും ഗോളത്തിലേക്കുള്ള ഒരു നിശ്ചിത അകലത്തെയാണ് നമ്മൾ ആരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആരം അല്ലെങ്കിൽ റേഡിയസ്. ഇനി ഒരു മുഖം മാത്രമുള്ള ഘനരൂപമാണ് എന്ത്, ഗോളം. അപ്പൊ അത് ആലോചിച്ച് വെക്കുക. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു പോയിന്റ് ആണിത്. ഒരു മുഖം മാത്രമുള്ള ഘനരൂപമാണ് ഗോളം. ഇതെവിടെയാണ് യൂസ്ഫുൾ ആവുക എന്നറിയോ? ചിലപ്പോൾ നമുക്ക് ഒറ്റയെ കണ്ടെത്താനൊക്കെ ഒരുപാട് ഘനരൂപങ്ങൾ തരും. എന്നിട്ട് എന്താണ് മറ്റേതിൽ നിന്ന് ഈ ഒരു ഘനരൂപം വ്യത്യസ്തനാവുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ഈ ഒരു ചോദ്യം, ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് തരികയാണ് സമചതുരക്കട്ട, ചതുരക്കട്ട, സിലിണ്ടർ, ഗോളം. ഇതിലാരാണ് ഒറ്റയാൻ എന്ന് പറയുന്നത്? ഗോളാണ് അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു പോയിന്റിന്റെ ഉപയോഗം എന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇനി ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത് 6 ആണെങ്കിൽ വ്യാപ്തവും ഉപരിതല വിസ്തീർണവും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 4/3 πr³ ആണ് വ്യാപ്തം. ഓക്കെ, ഇനി ഉപരിതല വിസ്തീർണം 4πr². നമ്മളിപ്പോൾ ഒരുപാട് രൂപങ്ങളുടെ ഉപരിതല വിസ്തീർണം, പാർശ്വതല വിസ്തീർണം ഒക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ മാറിപ്പോവരുത് കേട്ടോ. ഇതെല്ലാം കണക്റ്റഡ് ആണ്, കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അതായത് ഒരു രൂപത്തിൻ്റെ പഠിക്കുമ്പോൾ ഞങ്ങൾ തൊട്ട് മുമ്പേ പഠിച്ച ആ ഒരു രൂപത്തിൻ്റെ എന്തായിരുന്നു എന്നൊന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കാൻ പറ്റും. ഇക്വേഷൻസ് മാറിപ്പോകാതെ തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി 2 ഗോളങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആരങ്ങളുടെ അംശബന്ധത്തിൻ്റെ വർഗം. 2 ഗോളങ്ങളുടെയാണ് കേട്ടോ പറയുന്നത്. ആരങ്ങളുടെ അംശബന്ധത്തിൻ്റെ വർഗം. ഒന്നിൻ്റെ ആരം എന്ന് പറയുന്നത് R1²ഉം രണ്ടാമത്തെ ഗോളത്തിൻ്റെ ആരം എന്ന് പറയുന്നത് R2² ആണെങ്കിൽ അവയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ അംശബന്ധത്തിന് തുല്യമായിരിക്കും. എന്താ പറയണേ? ആരങ്ങളുടെ അംശബന്ധത്തിൻ്റെ വർഗം എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? അവയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ അംശബന്ധത്തിന്. ഇത് വർഗമാണ്. ഓക്കെ, ആരങ്ങളുടെ വർഗമാണ് കേട്ടോ തുല്യം. ആരങ്ങളല്ല, ആരങ്ങളുടെ വർഗമാണ്. എന്തിനാണ്? ഉപരിതല വിസ്തീർണത്തിന്റെ അംശബന്ധത്തിന് തുല്യമായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ആരങ്ങളുടെ അംശബന്ധത്തിന്റെ ഘനം അവയുടെ വ്യാപ്തത്തിന്റെ അംശബന്ധത്തിന് തുല്യമായിരിക്കും. എന്താണ്? ആരങ്ങളുടെ അംശബന്ധത്തിന്റെ ഘനം എന്ന് പറയുന്നത് വ്യാപ്തത്തിന്റെ അംശബന്ധത്തിന് തുല്യമായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധത്തിന്റെ ഘനം വ്യാപ്തത്തിന്റെ അംശബന്ധത്തെ വർഗത്തിന് തുല്യമായിരിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് പറയുന്നത്.
എന്തൊക്കെയാണ്? ആരങ്ങളുടെ അംശബന്ധത്തിന്റെ വർഗം എന്ന് പറയുന്ന അവയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ അംശബന്ധത്തിന് തുല്യം. ആരങ്ങളുടെ അംശബന്ധത്തിന്റെ ഘനം എന്ന് പറയുന്നത് അവയുടെ വ്യാപ്തത്തിന്റെ അംശബന്ധത്തിന് തുല്യമായിരിക്കും. ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധത്തിന്റെ ഘനം എന്ന് പറയുന്നത് വ്യാപ്തത്തിന്റെ അംശബന്ധത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും. ഓക്കെ, ഇനി ഒരു വലിയ ഘനരൂപം ഉരുക്കി ചെറിയ ഘനരൂപങ്ങളാക്കിയാൽ ഉണ്ടാക്കാവുന്ന എണ്ണം, എത്ര എണ്ണം ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? വ്യാപ്തമാണ്. നമ്മൾ 2D രൂപങ്ങളായിരുന്നപ്പോൾ, അതായത് സമചതുരവും ചതുരമൊക്കെ ആയിരുന്നപ്പോൾ എന്തായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? പരപ്പളമായിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വ്യാപ്തമാണ്. അതായത് ഇവിടെ വലിയ ഘനരൂപത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കണം, ചെറിയ ഘനരൂപത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കണം, എന്നിട്ട് ഡിവൈഡ് ചെയ്യണം. മറ്റതിൽ പരപ്പളമായിരുന്നു, ഇവിടെ വ്യാപ്തമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? ഇത് ഘനരൂപങ്ങളാണ്. ക്ലിയർ അല്ലേ? ഇനി അർദ്ധഗോളം, അർദ്ധഗോളം അല്ലെങ്കിൽ ഹെമിസ്ഫിയർ. എന്താണ് അർദ്ധഗോളം എന്ന് പറഞ്ഞാൽ? നമ്മൾ അർദ്ധവൃത്തം പഠിച്ചിരുന്നു. അർദ്ധഗോളം എന്താണ്? ഗോളത്തിന്റെ പകുതി അല്ലേ? അർദ്ധവൃത്തം വൃത്തത്തിന്റെ കൃത്യം പകുതിയായിരുന്നു. അർദ്ധഗോളം എന്ന് പറയുന്നത് ഗോളത്തിന്റെ പകുതി. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിന്റെ ആരമാണ് ഇവിടെ 6 എന്നും കൊടുത്തിട്ടുള്ളത്. ഇനി ഗോളത്തെ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചാൽ കിട്ടുന്ന ഭാഗത്തെ നമ്മൾ അർദ്ധഗോളം എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞല്ലേ? ഇനി അർദ്ധഗോളത്തിന് 2 മുഖങ്ങളുണ്ട്. അർദ്ധഗോളത്തിന്റെ വക്രമുഖ വിസ്തീർണം എന്ന് പറയുന്നത് 2πr² ആണ്. അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം 3πr² ആണ്. വക്രമുഖം ആകുമ്പോൾ 2πr² ആണ്. ക്ലിയർ അല്ലേ? വക്രമുഖത്തിന് 2πr². ഇനി ഉപരിതല വിസ്തീർണത്തിന് 3πr². ഒരു നമ്പറിന്റെ വ്യത്യാസമുള്ളൂ അല്ലേ? വേറൊന്നും വ്യത്യാസമല്ല. വക്രമുഖമാകുമ്പോൾ 2 ഗുണിക്കണം πr². ഇനി ഉപരിതലമാകുമ്പോൾ അത് 3π². ഓക്കെ, അർദ്ധഗോളത്തിന്റെ വ്യാപ്തം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അർദ്ധഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് നമുക്ക് അറിയാമെങ്കിൽ, ആരം അറിയാമെങ്കിൽ എന്താണ്? 2/3πr³ ആണ്. ഈ വ്യാപ്തം വരുമ്പോഴായിരിക്കും പൊതുവെ നമുക്ക് ഈ ക്യൂബൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ വ്യാപ്തം വരുമ്പോൾ ആലോചിക്കുക, അർദ്ധഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? 2/3 ഗുണിക്കണം πr³. ഇതിൽ പൈൻ്റെ ഒക്കെ വാല്യൂ ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. π = 3.14. ഈ ഒരു വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക. അടുത്തതാണ് സമചതുര സ്തൂപിക എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മറ്റൊരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ SCERT-യിൽ കിട്ടും. SCERT-യിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ കിട്ടും. എന്താണ് സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്? എന്താണ് സ്ക്വയർ പിരമിഡ്? ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? എന്താണ് സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഒരു ഭാഗം, ഈ ഒരു മുഖം എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത്. എന്താണ്? സമചതുര സ്തൂപിക. പിന്നെ ബാക്കിയുള്ള മുഖങ്ങളെല്ലാം എന്താണ്? ത്രികോണങ്ങളാണ്. ക്ലിയർ അല്ലേ? പാദം സമചതുരാകൃതിയായ സ്തൂപികയാണ് സമചതുര സ്തൂപിക. പാദം എന്ന് പറയുന്നത് എന്താണ്? സമചതുരമാണ്. അതുകൊണ്ട് അതൊരു സമചതുര സ്തൂപികയായിരിക്കും. ഇനി ശീർഷത്തിൽ നിന്നും പാദവക്കിന്റെ മധ്യബിന്ദുവിലേക്കുള്ള ദൂരമാണ് പാർശ്വോന്നതി എന്ന് പറയുന്നത്. എന്താണ്? ശീർഷത്തിൽ നിന്നും പാദവക്കിന്റെ, ഇതാണ് ശീർഷം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പാദവക്ക്, ഇതാണല്ലോ ഒരു പാദവക്ക് എന്ന് പറയുന്നത്, അതിൻ്റെ മധ്യബിന്ദുവിലേക്കുള്ള ദൂരമാണ് പാർശ്വോന്നതി അല്ലെങ്കിൽ L എന്ന് പറയുന്നത്. എത്രയാണ്? L. ഓക്കെ അല്ലേ? അതാണ് L എന്ന് പറയുന്നത്. ഇനി ശീർഷവും പാദത്തിൻ്റെ ഒരു മൂലയും തമ്മിലുള്ള അകലമാണ് പാർശ്വവക്ക്. എന്താണ്? ശീർഷവും പാദത്തിൻ്റെ ഒരു മൂലയും. അതായത് ഈ ഒരു ലൈൻ കണ്ടില്ലേ? ഇതാണ് കേട്ടോ ശീർഷം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും പാദത്തിൻ്റെ ഒരു മൂലയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ എന്ന് പറയുന്നത്. ഇതെന്തായിരുന്നു? പാദവക്കിലേക്കുള്ള നീളം എന്ന് പറയുന്നത് L ആയിരുന്നു. ഇനി സമചതുര സ്തൂപികയുടെ ശീർഷത്തിൽ നിന്നും പാദമുഖത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയുടെ നീളമാണ് അതിൻ്റെ ഉന്നതി എന്ന് പറയുന്നത്. അതായത് ഈ ശീർഷത്തിൽ നിന്നും 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതാണ് അതിൻ്റെ H എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? L, E, H. ഇത് ഈ ചോദ്യത്തിൽ, ഈ ഒരു ടോപ്പിക്കുമായിട്ട് വരുന്ന ചോദ്യത്തിൽ നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉള്ള 3 കാര്യങ്ങളാണ് L, E, H എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു നീളം, അതേപോലെ തന്നെ ഈ ഒരു നീളം, ഈ ലംബമായിട്ട് വരയ്ക്കുന്ന ഈ ഒരു നീളം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, സമചതുര സ്തൂപികയ്ക്ക് എത്ര മൂലകളുണ്ട്? 5 മൂലകളും 5 മുഖങ്ങളുമാണുള്ളത്. നമുക്ക് അറിയാം അല്ലേ?
8 വാക്കുകളുണ്ട്, ആകെ 8 വാക്കുകളാണ്. അതിൽ 4 പാദവാക്കുകളും 4 പാർശ്വവാക്കുകളുമാണ്. അങ്ങനെ പാദവാക്കുകൾ 4 എന്തായിരിക്കും? തുല്യമായിരിക്കും. പാദവാക്കുകൾ എന്താണ് സത്യത്തിൽ? പാദത്തിൽ എന്താണുള്ളത്? സ്ക്വയർ ആണ് അല്ലെ, സമചതുരാണ്. അതുകൊണ്ട് തന്നെ പാദവാക്കുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. സമചതുര സ്തൂപികയുടെ പാദവാക്കിന്റെ നീളം എ, ഉന്നതി എച്ച്, പാർശ്വോന്നതി എല്ലുമായാൽ നമുക്ക് ഇനി കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഈ പേരുകളൊന്ന് ഓർത്ത് വെക്കണം. ഉന്നതി എന്ന് പറഞ്ഞാൽ എച്ച് ആണ്, അതായത് ആ ലംബമായിട്ടുള്ള ലൈനാണ്. പാർശ്വോന്നതി എന്ന് പറഞ്ഞാൽ പാർശ്വത്തിൻ്റെ ഉയരമാണ് ചോദിച്ചിട്ടുള്ളത്, അതാണ് എൽ എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ പാദവാക്കിൻ്റെ നീളമാണ്. ക്ലിയർ അല്ലേ? എൽ എന്ന് പറയുന്നത് എച്ച് സ്ക്വയർ √h² പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കുക. പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് ഈക്വേഷൻസ്. എൽ എന്ന് പറയുന്നത്, പാർശ്വോന്നതി എന്ന് പറയുന്നത് √h² പ്ലസ് a/2 ഹോൾ സ്ക്വയർ ആണ്. എച്ച് എന്ന് പറയുന്നത് √l² മൈനസ് a/2 ഹോൾ സ്ക്വയർ ആണ്. എ എന്ന് പറയുന്നത്, അതായത് ഒരു വശം എന്ന് പറയുന്നത് 2 ഗുണിക്കണം l² മൈനസ് h² ആണ്. എ എന്ന് പറയുന്നത് 2 ഗുണിക്കണം √e² പ്ലസ് l² ആണ്. ഇവിടെ ഈ എന്താന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഈ വെച്ചിട്ടും അതേപോലെ തന്നെ എച്ച് വെച്ച് കണ്ടുപിടിക്കാനുള്ള 2 ഇക്വേഷൻസ് എന്റെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 ഇക്വേഷൻസും നന്നായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, പാദവിസ്തീർണത്തിനുള്ള ഇക്വേഷൻ ആണ്. പാദവിസ്തീർണം പാദത്തിൽ എന്താ ഉള്ളത്? സമചതുരമാണ്. അപ്പൊ സമചതുരത്തിന്റെ ഏരിയ അല്ലേ പാദവിസ്തീർണം എന്ന് പറയുന്നത്? എന്താണ്? a². പാർശ്വമുഖങ്ങളുടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 2al ആണ്. അതേപോലെ തന്നെ ഉപരിതല വിസ്തീർണം 2al പ്ലസ് a². അതായത് പാദവിസ്തീർണവും പാർശ്വമുഖങ്ങളുടെ വിസ്തീർണത്തിന്റെയും തുകയാണ് ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത്. വ്യാപ്തം എന്ന് പറയുന്നത് 1/3 a²h ആണ്. ഓക്കെ, അടുത്തത് വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോൺ. പാദം വൃത്തമായി സ്തൂപികയാണ് വൃത്തസ്തൂപിക. മറ്റതെന്തായിരുന്നു? പാദം സമചതുരമായിരുന്നു, അതുകൊണ്ട് സമചതുര സ്തൂപിക. ഇതെന്താണ്? പാദം വൃത്തമാണ്, അതുകൊണ്ട് വൃത്തസ്തൂപിക. വൃത്തസ്തൂപികയുടെ ശീർഷവും വൃത്തകേന്ദ്രവും തമ്മിലുള്ള അകലമാണ് ഉന്നതി എന്ന് പറയുന്നത്. അതായത് ഇവിടെ പാദത്തിലൊരു വൃത്തമാണ് വരിക, അതിനൊരു കേന്ദ്രം ഉണ്ടാവും. ആ കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരമാണ്, ശീർഷത്തിലേക്കുള്ള ലംബമായിട്ടുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്? ഉന്നതി എന്ന് പറയുന്നത്. ഉന്നതി അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്നത്. ഇനി വൃത്തപരിധിയിൽ ഏതെങ്കിലും ഒരു ബിന്ദുവും ശീർഷവും തമ്മിലുള്ള അകലമാണ് പാർശ്വോന്നതി എന്ന് പറയുന്നത്. എന്താണ്? വൃത്തപരിധിയിൽ ഏതെങ്കിലും ഒരു ബിന്ദുവും ശീർഷവും ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെയുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള അകലമാണ്, ദൂരമാണ് എന്തെന്ന് പറയുന്നത്? പാർശ്വോന്നതി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി വൃത്തസ്തൂപികയുടെ പാദ ആരം അല്ലെ, പാദത്തിൽ ആരാ വരുന്നത്? ഒരു വൃത്തമാണ്, അതുകൊണ്ട് ആ ആരം എന്ന് പറയുന്നത് 6 ആണ്. ഉന്നതി എച്ചും ആണ്, പാർശ്വോന്നതി എല്ലുമായാൽ അത് മൂന്നും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ പറഞ്ഞുള്ളത്. എൽ എന്ന് പറയുന്നത് √h² പ്ലസ് r², എച്ച് എന്ന് പറയുന്നത് √l² മൈനസ് r², ആർ എന്ന് പറയുന്നത് √l² മൈനസ് h². ഇത് മൂന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമ്മൾ എല്ലാ ഘനരൂപത്തിലും പഠിച്ച പോലെ പാദവിസ്തീർണം ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഒന്നാമത് പാദവിസ്തീർണം എന്ന് പറയുന്നത് πr² ആണ്, കാരണം പാദത്തിൽ വരുന്നത് ഒരു വൃത്തമാണ്. അപ്പോൾ വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് πr² ആണ്. ഇനി വക്രമുഖ വിസ്തീർണം πrl ആണ്. ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് ഉപരിതല വിസ്തീർണം. പാദവിസ്തീർണം പ്ലസ് വക്രമുഖ വിസ്തീർണമാണ് ഉപരിതല വിസ്തീർണം. വ്യാപ്തം എന്ന് പറയുന്നത് 1/3 πr²h ആണ്. ഓക്കെ, ഇനി ഒരു ഘനരൂപത്തിന്റെ വശങ്ങൾ, അതായത് ആരം അല്ലെങ്കിൽ വ്യാസം n മടങ്ങായാൽ വ്യാപ്തം n³ ആകും. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വശങ്ങൾ, അതായത് ആരം അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് n മടങ്ങാവുകയാണെങ്കിൽ വ്യാപ്തത്തിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത്? അത് n³ മടങ്ങായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും, എന്നാലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഘനരൂപങ്ങളെയും പറ്റിയും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, അതായത് ജാമിതിയും ഘനരൂപം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് SCERT ചാപ്റ്റേഴ്സ് ഒരുപാടെണ്ണം ഉണ്ട്. 5ാം ക്ലാസ് മുതലുള്ള SCERT ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെയാണ് 5ാം ക്ലാസ്സിലെ വരകൾ. ഈ 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലേക്ക് ചാപ്റ്റേഴ്സ് വളരെ ബേസിക് ആയിരിക്കും. അപ്പോൾ ഏറ്റവും ബേസിക്കും നമ്മൾ പഠിച്ചു തുടങ്ങണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് റെഫർ ചെയ്ത് നോക്കാം.
5ാം ക്ലാസ്സിലെ വരകൾ ചേരുമ്പോൾ വൃത്തങ്ങൾ പരപ്പിൻ്റെ അളവ്. 6ാം ക്ലാസ്സിലെ കോണുകൾ വ്യാപ്തം. കോണുകൾ ചേരുമ്പോൾ 7ാം ക്ലാസ്സിലെ കോണുകൾ ചേരുമ്പോൾ സമാന്തര വരകൾ, ത്രികോണത്തിന്റെ പരപ്പളവ്, ത്രികോണത്തിന്റെ നിർമ്മിതി, സമചതുരങ്ങളും മട്ട ത്രികോണങ്ങളും. 8ാം ക്ലാസ്സിലെ തുല്യ ത്രികോണങ്ങൾ, ബഹുഭുജങ്ങൾ, ചതുർഭുജങ്ങളുടെ നിർമ്മിതി, ചതുർഭുജ പരപ്പളവ്. 9ാം ക്ലാസ്സിലെ പരപ്പളവ്, വൃത്തങ്ങൾ, സമാന്തര വരകൾ, സദൃശ ത്രികോണങ്ങൾ, വൃത്തങ്ങളുടെ അളവുകൾ, സ്തംഭങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൽ വൃത്തങ്ങൾ, ത്രികോണമിതി, സൂചക സംഖ്യകൾ, തൊടുവരകൾ, ഘനരൂപം, ജ്യാമിതിയും ബീജഗണിതവും. കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ് അല്ലേ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് പോകുന്ന ടോപ്പിക്കിലൊന്നും ഇത്ര ECERT ചാപ്റ്റേഴ്സ് വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഏറ്റവും നന്നായിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ECERT ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും, എല്ലാ ക്വസ്റ്റ്യൻസും അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻസ്റ്റാൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ജാമിതി എന്ന് പറയുന്നൊരു ടോപ്പിക്കായിരുന്നു. ജാമിതിയും ഘനരൂപം എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കുറേ ഇക്വേഷൻസ് ആണ് പഠിച്ചത്, കുറേ രൂപങ്ങളെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക്